വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യേന എത്തുന്ന വാർത്തകളും ചിത്രങ്ങളും തെല്ലൊന്നുമല്ല നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. എന്നിരുന്നാലും അവിടുത്തെ കർഷകർ ഇന്നും ധീരമായ സമര പോരാട്ടത്തിലാണ്. കാരണം അവരുടെ ഏക വരുമാന മാർഗമായ പോത്തുകളും എരുമകളും വസിക്കുന്നത് അവരുടെ ചെറ്റക്കുളിരുകൾക്കുള്ളിലാണ്. അവരാകട്ടെ മുറ്റത്ത് ചാക്ക് കെട്ടിയ കട്ടിലിൽ മഞ്ഞും മഴയുമേറ്റാണ് അന്തി ഉറങ്ങുന്നത്. തന്നെയുമല്ല, അവരിൽ ഒരാളുടെ കറുത്ത മകന്റെ വെളുത്ത ഭാര്യ പ്രസവിച്ച കുട്ടി കറുത്തതായതുകൊണ്ട് കുട്ടിയെ തല്ലിക്കൊല്ലുകയും ഭാര്യയെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തപ്പോൾ ഭാര്യ കൊടുത്ത പരാതി കുറി വരയ്ക്കുന്നവനും കുറുപടി ഏന്തുന്നവനുമായതുകൊണ്ട് സ്വീകരിക്കാതെ പോയി. അതാണ് അവിടുത്തെ ആഭ്യന്തരം. തന്നെയുമല്ല, ഇങ്ങ് കേരളത്തിൽ നിത്യേന ബീഫും പൊറോട്ടയും കഴിച്ച് തടിച്ച് കൊഴുത്ത ചില മലയാളികൾ അങ്ങ് വടക്കെത്തിയപ്പോൾ ബീഫ് കൈവശം വച്ചതിന് പാവങ്ങളെ തല്ലിക്കൊല്ലുന്നത് കണ്ട് സെൽഫി എടുത്ത് ആഘോഷിക്കുകയും ആ കാപാലികർക്കൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു. അവരാണ് ഇന്ന് കേരളത്തിൽ വന്നിട്ട് മാളികയിൽ താമസിക്കുന്ന മലയാളികളെയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യനെയും അസഭ്യം പറയുന്നത്.